ആറ്റിങ്ങൽ വിദ്യാഭ്യാസ ഉപജില്ലാ സ്കൂളുകളിൽ നടന്ന സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയുടെ സോഷ്യൽ ഓഡിറ്റിന്റെ ഭാഗമായിട്ടുള്ള പബ്ലിക് ഹിയറിംഗ് ആറ്റിങ്ങൽ ബോയ്സ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്നു. ആറ്റിങ്ങൽ നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് എസ് കുമാരി പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഒരു പൊതുജന അഭിപ്രായം ആരാഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ ചെലവുകൾ അതെന്തിനു വേണ്ടിയിട്ട് ഒക്കെയാണ് ചെലവഴിച്ചതെന്ന് ഓരോ 2 വയസ്സായിട്ട് നമുക്ക് പരിശോധിക്കാൻ കഴിയും. അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പരാതികളോ അതല്ല എന്തെങ്കിലും കൂട്ടിച്ചേർക്കലുകളോ തെറ്റായ ഇതൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാൻ കഴിയും. അതിനു വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു പബ്ലിക് ഹിയറിംഗ് സംഘടിപ്പിച്ചത്. അങ്ങനെയാണോ? അപ്പൊ അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും തന്നെ നമ്മളിപ്പോ ഒരു സ്കൂളിന്റെ നോട്ട് റീഡിങ് കഴിഞ്ഞ് അതിന് ചെലവായ തുക എത്ര കുട്ടികളുണ്ട് അവിടെ തല എണ്ണയൊക്കെയാണ് ഡിവൈഡ് ചെയ്ത് ഓരോ ചെലവും കണക്കാക്കുന്നത്. നമ്മൾ ടോട്ടൽ എക്സ്പെൻഡിച്ചർ എങ്ങനെയായി എത്ര കുട്ടികൾക്ക് വേണ്ടിയിട്ടായിരുന്നല്ലോ ഓരോ പ്രഥമ അധ്യാപകരും വളരെ കൃത്യമായ കണക്ക് സൂക്ഷിക്കുന്നത്. അതുകൊണ്ട് ഓഡിറ്റിന് വിധേയമാക്കുകയും അതിനുശേഷം ഒരു പൊതുജന അഭിപ്രായത്തിനായിട്ടിവിടെ ഈ പബ്ലിക് ഹിയറിംഗ് നടത്തുകയുമാണ് ചെയ്യുന്നത്. ഒരു വിശദമായ ഉദ്ഘാടന പ്രസംഗത്തിന്റെ ആവശ്യകതയൊന്നുമില്ല. കാരണം ഇവിടെ വന്നിരിക്കുന്ന ഓരോരുത്തരും അതുമായി ബന്ധപ്പെട്ട് നല്ലവിധം കാര്യങ്ങൾ മനസ്സിലാക്കി അവർ തന്നെ ഇതൊക്കെ നടത്തിയവരാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രക്രിയ തുടർന്ന് നടത്തുന്നതിനും അത് വിജയകരമായി പൂർത്തിയാക്കി സബ്മിറ്റ് ചെയ്തതിനും മുന്നേ കാണട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഈ നമ്മുടെ ഈ പൊതുസഭ ഔപചാരികമായി ഉദ്ഘാടനം അറിയിക്കുകയാണ്. സ്കൂൾ PTA പ്രസിഡന്റ് ഭാഗ്യലക്ഷ്മിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ചടങ്ങിൽ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ വിജയകുമാരൻ നമ്പൂരി സ്വാഗതം ആശംസിച്ചു. സോഷ്യൽ ഓഡിറ്റിന്റെ വിവിധ ഘട്ടങ്ങളെക്കുറിച്ച് കിലയുടെ സോഷ്യൽ ഓഡിറ്റ് ഫെസിലിറ്റേറ്റർ എസ് ശ്രീകുമാർ, ജീവരാജ് തുടങ്ങിയവർ വിശദീകരിച്ചു. കിലയുടെ ജില്ലാ കോർഡിനേറ്റർ സുഭാഷ് ചന്ദ്രൻ, സീനിയർ സൂപ്രണ്ട് ദിനേശൻ, നൂൺ മെയിൽ ഓഫീസർ സുനിത, സജി കൃഷ്ണൻ എന്നിവർ പരിപാടിയിൽ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. സ്കൂൾ പ്രഥമാധ്യാപകൻ അനിൽ നന്ദിയും രേഖപ്പെടുത്തി. സോഷ്യൽ ഓഡിറ്റ് നടന്ന വിദ്യാലയങ്ങളിൽ നിന്നുള്ള രക്ഷാകർത്താക്കളായ ഓഡിറ്റേഴ്സ് ഓഡിറ്റ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഉപജില്ലയിലെ പ്രഥമ അധ്യാപകരും PTA അംഗങ്ങളും റിപ്പോർട്ടിന്മേൽ ചർച്ച നടത്തി. ആരോഗ്യ, സിവിൽ സപ്ലൈസ്, കൃഷി വകുപ്പുകളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ പങ്കെടുത്ത് സംസാരിച്ചു. ബീക്കൺ ന്യൂസ്, ആറ്റിങ്ങൽ.